സമ്മതിക്കും. എടോ ചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ച് തന്നിട്ട് ഈ ഡെപ്യൂട്ടി തഹസിൽദാര് ദിവാകര കൈമല്ലേ ചുരുട്ടി മടക്കി കയ്യിലെടുക്കാമെന്ന് ആരാട്ടോ തന്നോട് പറഞ്ഞേ? പണത്തിന്റെ ബാധ്യതകൾ തീർന്ന പിന്നെ ഇവിടെ നിന്ന് ആരും കൊച്ചുദ്രേശിയെ തിരഞ്ഞു വന്നേക്കരുത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. मैंने सोचा मेरा पीछे आप है, इसलिए मैंने बोला हुक डालो. उस समय ये बेशर्मीन आदमी ने हुक डाल दिया. എന്നും ഗുരുവായൂർ കുളിച്ചു തൊഴാന്നുള്ള അതിമോഹം കൊണ്ടാ ഞാനിങ്ങോട്ട് പുറപ്പെട്ടത്. ആ കേശവന്നാരുടെ കൂടെ അതിതുവരെ നടന്നിട്ടില്ല. പകരം ഗുരുവായൂരപ്പം നിന്ന് നിധിയായതെന്ന് ഞാനിങ്ങോട്ട് വിശ്വസിച്ചോട്ടെ. വിമൽ സാറ് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കുറെ പൈസയൊക്കെ ഉണ്ടെന്നും വിമൽ സാറ് നന്നായി ഓടും ചാടും നന്നായി പാട്ട് പാടും. പാട്ട് വേണ്ടല്ലേ? അപ്പൊ കാശുമില്ല സ്നേഹമില്ല. വേറൊരുത്തന്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് നീ കലി കൊണ്ട് വല്ല കാര്യമുണ്ടാ? വെറും ഒരു സാമുദായിക പ്രവർത്തകൻ കോമഡി ഷോയിൽ ഒരു താരമാവാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്. അത് വലിയ കാര്യം, വലിയ അംഗീകാരമല്ലേ. കേരളത്തിലെ ജനങ്ങൾ ആരോപണങ്ങളെയും ആരോപണങ്ങളോടൊപ്പം തന്നെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും മറ്റാരെക്കാളും മുൻപന്തിയിലാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോവില്ല എന്നുകൂടി അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ കോമഡി മാസ്റ്റേഴ്സ് കിടുക്കി തിമിർത്തു കലക്കി. താങ്ക് യു.